ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എൻ ക്രിയേഷൻസ്. അപ്പോൾ ഇന്നും ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ തന്നെയാണ്. കുമ്പളങ്ങ വെച്ചുള്ള ഒരു ഓലനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻസ് കുമ്പളങ്ങയാണ്. അപ്പോൾ അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. കുറച്ച് വീതിയിൽ വേണം കുമ്പളങ്ങ ഓലൻ അരിഞ്ഞെടുക്കാൻ. പിന്നെ വേണ്ടത് നമ്മൾ വറവിനൊക്കെ എടുക്കുന്ന പയറാണ്. 2 പയറെടുത്തിട്ടുണ്ട്, നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൻപയർ വേണം. ഇത് കുക്കറിൽ വിസിലിട്ടെടുക്കണം. തലേ ദിവസം കുതിർത്ത് വെച്ചാണെങ്കിൽ ഒരു വിസിലിട്ട് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില, ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തേങ്ങാപ്പാലാണ്, 1-ാം പാല്, വെള്ളം ചേർക്കാതെ എടുത്തിരിക്കുന്നതാണ്. ഇത് 2-ാം പാല്. ബാക്കി വരുന്ന തേങ്ങയിൽ വെള്ളം ഒഴിച്ച് എടുത്തതാണ്. ഇപ്പോൾ പയർ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. തലേ ദിവസം കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഒരു വിസിലിട്ട് കൊടുത്താൽ മതി. ഇതിപ്പം ഞാൻ കുതിർത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് 4 വിസിലിട്ട് കൊടുത്തിട്ടുണ്ട്. അധികം അടിഞ്ഞു പോകണ്ട, ഇതുപോലെ വന്നാൽ മതി. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പയർ കട്ട് ചെയ്തതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകുന്നില്ല. പാലിൻ്റെ അംശം വളരെ കുറവാണ് ഇതിൽ. ഇത് വെള്ളം ജാസ്തി എടുത്ത് 2-ാമത്തെ പിഴിഞ്ഞെടുത്താണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. വിസിലിടേണ്ട ആവശ്യമില്ല. 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1-ാം പാൽ ഒഴിച്ച ശേഷം നന്നായി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായി തിള വരുമ്പം തന്നെ അത് ഓഫ് ചെയ്ത് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച് നമ്മൾ അധികം തിളപ്പിച്ചെടുത്താൽ അത് പാല് പിരിഞ്ഞു പോവും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആയാൽ മതി. ഇത് തണുത്ത് വരുമ്പോൾ ഇനിയും ടൈറ്റായി വരും. നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ അത് ഒലിച്ചു പോകാൻ പാടില്ല. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കണം. ഒരു പാൻ വെച്ച് ഞാൻ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. 1/2 സ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഓലൻ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും വേണം. കടുക് പൊട്ടിയ ശേഷം ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓലനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മളെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.